നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, 2345 2345 വൺസ് മോർ 2345 എന്ന് പറഞ്ഞാൽ 2345. നമ്മുടെ ഈ ഷാ വിഷൻ പരിപാടി തുടങ്ങിയിട്ട് ഇന്നേക്ക് 2345 ഡേ ആണ്. കൊറോണയ്ക്ക് ഏതാണ്ട് തൊട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മൾ തുടങ്ങിയത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഈശ്വര കൃപയിൽ ജനങ്ങൾക്ക് സഹകരണമുണ്ട്. ഇത് ഉത്തരം മുന്നോട്ട് പോയി. ഏതാനും ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ ഈ പരിപാടി ഇല്ലായിരുന്നുള്ളൂ. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു പ്രസ്ഥാനം സംബന്ധിച്ച് അത് വലിയ അനുഗ്രഹമാണ്. എനിക്കിൻ്റെ ഒപ്പം എനിക്ക് മുമ്പ് ചേർന്നതെല്ലാം ആഴ്ച ഒരു ദിവസമാണ്. അതും പല ദിവസം വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് അവരുടെ കഴിവോടോ ഇത് എൻ്റെ കഴിവോടോ എന്തോട്ടെ, ജനങ്ങൾക്കാണ് പ്രസക്തി. ഇന്നത്തെ നമ്മുടെ വിഷയം EMSന്റെ സംശയപൂരണം എന്ന് പറഞ്ഞ ഞാൻ ലേഖനം വീക്ഷണത്തിലെ അന്നത്തെ പ്രതിപക്ഷ പത്രത്തിൻ്റെ മുഖപ്രസംഗ പേജിൽ ഒരു ലേഖനം വന്നിരുന്നു. EMSന്റെ സംശയപൂരണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപായിട്ട് ഹാജി മൊയ്തീൻ ഷാ, ഒരു മൊയ്തീൻ ഷാ എന്ന നിലയിൽ, ഒരു മുസൽമാൻ എന്ന നിലയിലും ഞാൻ അഭിമാനം കൊണ്ട് എൻ്റെ സമുദായത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനവും ചെറിയ അഹങ്കാരവും കൊണ്ടൊരു ദിവനമാണെന്ന്. എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം. കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ അതിൻ്റെ ഒരു നേതാവായിട്ട് സന്ദർഭവശാൽ സംസാരിക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ഉമ്മയൊക്കെ പണ്ടുവരും, പട്ടിക്ക് മീശത്തിൽ അമ്പട്ടിന് എന്താ ഗുണമെന്ന്. പട്ടിക്ക് മീശനായിട്ട് അമ്പട്ടിമിനി ബാർബർ ഷാപ്പുകാരനാണ്. അവർക്കൊരു ഗുണമുണ്ടോ? പട്ടിയെ ചെന്ന് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അതുപോലെ മുസ്ലിങ്ങൾ എത്ര ഉണ്ടായാലും ഞങ്ങൾക്കും മെച്ചമില്ല. മദ്യം കഴിക്കാത്തിൽ അവർ ഒട്ടും സഹകരിക്കുന്നില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ക്രിസ്തുമസിനും ഓണത്തിനും മറ്റു വിഷുവിനൊക്കെ കോടിക്കണക്കിന് മദ്യമാണ് കേരളത്തിൽ വിറ്റുപോകുന്നത്. പക്ഷേ പെരുന്നാൾ ദിവസങ്ങളൊക്കെ സാധാരണഗതി വിറ്റുപോകുന്നല്ലാതെ ഇതിൻ്റെ പേരിൽ പ്രത്യേകം നടക്കുന്നില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ വകയില്ല സുഹൃത്തുക്കളെ, അമുസ്ലിം സഹോദരങ്ങളെ. ലോകം ഭയപ്പെടുന്ന രണ്ട് കാര്യത്തിലാണ്. ഒന്ന് മദ്യവും മയക്കുമരുന്ന്, മറ്റേത് യുദ്ധഭീഷണിയൊക്കെ. ഏറ്റവും പ്രധാനം മദ്യവും മയക്കുമരുന്നും ഉള്ളതാണ്. അതിൽ ഈ സമുദായം ഭാഗവാക്കാകുന്നില്ല എന്ന് അത് വിൽക്കുന്ന സംഘടനയുടെ അസോസിയേറ്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഭാരവാഹി പറഞ്ഞപ്പോൾ ഞാൻ എന്നെപ്പോലെ പാവം മൊയ്തീൻ ഷാ പോലുള്ള ആൾക്കാരെ അഭിമാനങ്ങളിൽ തെറ്റുണ്ടോ? അതങ്ങനെ കീപ്പിറ്റപ്പ്, അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞാൻ മുസ്ലിം സമുദായത്തിൽ വിനയമായും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കണം. EMSന്റെ സമസ്യാപൂരണത്തിൽ EMS മരിച്ചപ്പോൾ വർഷങ്ങളായി. അദ്ദേഹം അവസാന നിമിഷം എന്തോ പറയാൻ വിട്ടുപോയി എന്ന് പിറ്റേന്ന് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അത് ഞാൻ ഏതാനും ദിവസങ്ങളിൽ അതിന് ഒരു സമസ്യ എന്താ പറയുന്നത് അറിയില്ലോ, സമസ്യ പൂരിപ്പിച്ചു. ആ പൂരിപ്പിച്ച ലേഖനമാണ് വീക്ഷണത്തിൽ വന്നത്. വീക്ഷ വന്നപ്പോൾ അത് വായിച്ച ഈടനെ പോലെ, IBയുടെ അച്ഛൻ ഈടനെ പോലെയുള്ള നല്ല ലേഖനമാണല്ലോ ഷാ, ഇത് കൊള്ളാലോ എന്നുള്ളു. എന്താണ് ഇരുമുന്നണി സമ്പ്രദായം? കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഇരുമുന്നണി സമ്പ്രദായമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. കോൺഗ്രസ് നയിക്കുക ഒരു മുന്നണിയും BJP വേറെ മൂന്നാമത് മുന്നണിയൊന്നുമില്ല ഇന്ത്യയിൽ. കേരളത്തിൽ മാത്രമാണ് ഈ ഒരു മുന്നണിയായിട്ട് നിൽക്കുന്നത്. NDA, പിന്നെ LDF, UDF. NDAക്ക് ഒരു പ്രസക്തി ഇല്ല. BJP മാത്രമേ മുന്നണി പറയാൻ പറ്റില്ല മുന്നണികളിൽ. അപ്പോൾ ഏതാണ്ട് ഇരു മുന്നണിക്ക് പകരമായിട്ടൊരു അരമുന്നണി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതും കൂടി പോകാൻ എങ്ങനെ പോകുന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം. സഖാക്കളെ, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടും എന്നോട് ഗർവ് വിചാരിച്ചിട്ട് കാര്യമില്ല. നടക്കാൻ പോകുന്ന കാര്യം പറയണം. കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലോ. കഴിഞ്ഞ കാര്യം പറഞ്ഞതിനെ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് വേണം ഭാവി പറയാനായിട്ട്. അതാ പറയുന്നത്. ഇത് റെജി ലൂക്കോസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അശ്രാന്തം ആത്മാർത്ഥമായിട്ട് പ്രസംഗിച്ച ഒരാളാണ് റെജി ലൂക്കോസ്. അത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇപ്പോൾ BJP ചേർന്ന് ഷാളണിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒലക്ക വീണ് ചത്ത കോഴിയുടെ ചാറ് കൂട്ടാം, ഇടയ്ക്കിടയ്ക്ക് കഷ്ണം കൂട്ടാതെ പണ്ടായതോ വല്ല പറഞ്ഞ പോലെ ഒറ്റം തെറ്റും പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നേരിട്ട് ഒഴുകാണ്. ഈ നിലക്ക് പോയാൽ പശ്ചിമബംഗാളും ത്രിപുര പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ലാതെ അത് BJP ലയിക്കുകയോ അല്ലെങ്കിൽ BJP കൈയെടുക്കുകയോ ചെയ്യും. അതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ UDF നയിക്കുന്ന ഒരു മുന്നണിയും
സോറി, കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയും BJP നയിക്കുന്ന വേറെ മുന്നണിയും, ഈ രണ്ട് മുന്നണിയും അവസാനിക്കാൻ പോകുന്നു. പണ്ട് EMS 10-20 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് മൊയ്തീൻ ഷാ ആ സമസ്യ ഞങ്ങൾ പൂരിപ്പിച്ചത്. മനസ്സിലാകുന്നതല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ, മറ്റു സ്റ്റേറ്റിലൊന്നും ഇല്ലല്ലോ, കേരളത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്ന അധംബനത്തിൻ്റെ ആഴം, കൂലിയെഴുത്തുകാർ എത്തൊക്കെ പറഞ്ഞാലും അധംബനത്തെ ആഴം എത്ര വലുതാറിയോ. ഒന്നാമത്തേൽ അവർ പുരോഗമനമായിട്ട് ഒരു ചിന്തയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ട്രാക്ടർ സമയത്തെതിരും കമ്പ്യൂട്ടറിനെതിരെതിരും തൊഴിലാളിക്ക് അങ്ങനെ ഒരുപടി കാര്യം എതിര് എന്ന് പറയല്ലാതെ അനുകൂലം മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ മുഷ്ടി ചുരുട്ടി യുവാക്കളെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുത്ത് തൊഴിലാളി നേതാക്കൾ കുറേ സമ്പാദിച്ചു, കുറച്ചൊക്കെ തൊഴിലാളി കിട്ടി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ സഖാക്കളെ ബുദ്ധിജീവികളെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. പണ്ട് കാലത്ത് മനുഷ്യൻ കമ്പ്യൂട്ടറിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്ന കാലമായി. അല്ലെ, AI ഇന്റലിജന്റ് ഇതൊക്കെ വന്ന് പഠിച്ചല്ലേ. മനുഷ്യൻ്റെയൊക്കെ കഴിവിന് അപ്പുറത്ത് മനുഷ്യൻ പോലും നിയന്ത്രിക്കുന്ന ഒരു ഇന്റലിജന്റ് ഇത് വന്നിരിക്കുകയാണ് ലോകത്ത്. തൊഴിലാളികൾക്ക് ഇനി ആവശ്യമില്ല, പ്രസക്തിയില്ല, അതിനൊക്കെ വളരെ വരുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ വീഴ്ച, ഒരു തൊഴിലാളി പാർട്ടിയാണ്, സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടി കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് 10 വർഷമായിട്ട് ഭരണം കിട്ടിയതിന് ശേഷം പിണറായി സഖാവിൻ്റെ കാലത്ത് ആ പാർട്ടി നിൽക്കക്കളില്ലാതെ. പിണറായി സഖാവ് ഞാൻ കുറ്റപ്പെടുത്തണില്ല, അദ്ദേഹം ഒരു ശക്തൻ നേതാവ് തന്നെയാണെന്നും സംശയമില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹത്തെ പെടുത്തി കളഞ്ഞു. ലാവ്ലിൻ കേസിലൊക്കെ അത് ആവശ്യമില്ലാത്ത കേസിലും പെടുത്തി കളഞ്ഞു, മറ്റു പല കേസിലും പെടുത്തി കളഞ്ഞു. അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു കക്ഷിക്ക് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് അതാത് കൊല്ലത്ത് നടക്കുന്ന ബഡ്ജറ്റിൽ 10% വരെ അറിഞ്ഞോ അറിയാതെയോ കമ്മീഷനായിട്ട് ആ പാർട്ടിക്കോ ആ വ്യക്തിയോ കൊടുക്കും, വീട്ടിൽ കൊടുക്കും. അപ്പോൾ 1 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷത്തെ ബഡ്ജറ്റെങ്കിൽ അത് 10% പറയുമ്പോൾ എത്ര? 1 ലക്ഷമാണെങ്കിൽ 10,000 കോടി രൂപയില്ലേ? 10,000 ഇൻറ്റു 10 1 ലക്ഷം, 10,000 കോടി രൂപയെങ്കിലും പെർ ഇയർ എടുക്കാം, അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ നേരിട്ടതയോ. അങ്ങനെയുള്ള ഭരിക്കുന്ന കക്ഷി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഏത് കക്ഷി, ഇന്ത്യയിൽ മൊത്തത്തിൽ ഏത് കക്ഷി അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് പാകിസ്ഥാനിൽ നമ്മുടെ ബനാസിർ ഭൂട്ടോയുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ് 10% കമ്മീഷൻ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞത്, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. കോൺഗ്രസ് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചില നക്കാപ്പീച്ചിൽ വാങ്ങിച്ചെക്കുറിച്ച് അതിൻ്റെ പേരിൽ ആരോപണം വരാൻ പാടില്ല. നമ്മളത് വാങ്ങിച്ചതല്ലല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകള് പൈസ കൈക്കൂലി വാങ്ങിയതൊന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം വരാൻ പാടില്ല, അവിടെയാണ് വിഷയം. ഇത് വന്നു കഴിഞ്ഞില്ലേ, മുഖ്യമന്ത്രിയെ കൂടെ പേരിലും മുഖ്യമന്ത്രി മകളെ കുറിച്ചൊക്കെ വന്നില്ലേ. അതെന്താ സഖാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? നിങ്ങൾ AK സെല്ലിൽ റിസർച്ച് വിങ് ഒക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്തു? എന്താണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കുന്നത്? തനി ഭൂഷയേക്കാൾ ഭൂഷയില്ലേ, തനി സ്വാർത്ഥതയും പിന്നെ സുഖലോലുപരമായില്ലേ. പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാർ വലിയ അഭിമാനം, ഞാൻ പറയില്ലേ, പണ്ട് വടക്ക് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്ന് അങ്ങനെ എന്തോ ആവശ്യം വന്ന് 2 ദിവസം താമസിച്ച് വന്ന്. അപ്പോൾ ഒരു ദിവസം പത്രക്കാർ കാണാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു റിസപ്ഷനിൽ. ഇദ്ദേഹമായിട്ട് വരാൻ കൂടി അങ്ങോട്ടും നടക്കാണ്, ഊലാത്താന്നൊക്കെ പറയും, നടക്കാണ്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഞാനിങ്ങനെ ഉലാത്തിയാലും നടന്നത്, ഞാൻ വലിയ ആളായിട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കല. എനിക്ക് കമീസ് ഉറുദു നിയമമായിട്ടാണ്, ഷർട്ട് അല്ലെങ്കിൽ ഉടുപ്പ്, അത് ഒന്നുള്ളൂ, അത് നനച്ച് കഴുകിയിട്ട് ഉണങ്ങാൻ കിട്ടിയില്ല, ഉണങ്ങേണ്ട സമയം 1 മണിക്കൂർ, അതാ ഞാൻ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ പറഞ്ഞ കട്ടൻ ചായയും പരിപ്പൊടിയും. ഇന്നതല്ല, സുഖലോലുപരമായിപ്പോയില്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി അല്ല, മറ്റൊക്കെ താഴെ ലോക്കൽസ് അത് ഇവര് സുഖലോലുപരമായിപ്പോയി. പഞ്ചായത്ത് അവരുടെ രഹസ്യമായിട്ട് സമ്പാദ്യത്രയോ. കോൺഗ്രസ് പാർട്ടി BJP അഴിമതി ചെയ്യുമ്പോൾ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്, അത് ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അങ്ങനെ വരാൻ പാടില്ലാത്ത, ഇത് എല്ലാവരും ലക്ഷങ്ങളിലെ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇപ്പം KV തോമസ് മാഷ്, ഞാൻ പേരെടുത്ത് പറയും, അത് MP ആയ സമയത്ത് അന്ന് പൈസ അങ്ങോട്ട് വന്നു തുടങ്ങുന്നുള്ളൂ. മരണസഹായം പണ്ടിട്ട് വാങ്ങിച്ചു കൊടുത്തതിന് 10,000 രൂപ കമ്മീഷൻ വാങ്ങിച്ചോളും പരാതി വന്നു.
എന്ന് പറയാൻ കാരണം ഈ കൊടുത്ത ആള് തന്നെ അവൻ്റെ കൂട്ടുകാരോട് പറയില്ലേ, ആ കൂട്ടുകാരും മറ്റു കൂട്ടുകാരും അങ്ങനെ പറഞ്ഞു വന്നത് തന്നെത്താൻ കരക്കമ്പികൾ വന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ തോമസ് വഴി 1,00,000 വാങ്ങിച്ചുള്ളി 10,000 കൈക്കൂലി വാങ്ങിച്ചില്ല കമ്മീഷൻ എടുത്ത് പറയുമ്പോൾ ആരറിയുന്നത്, എങ്ങനെ അറിയുന്നത്? കാരണം അത് ഇങ്ങനെ കൊടുത്തു തന്നെ പറയും. അപ്പം ഈ ആൾക്കാണെങ്കിലും ഈ 1000 10,000 കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ തന്നെ അവർ കൂട്ടുകാരിൽ നിന്ന് അറിഞ്ഞ് പുറത്തു പോകില്ലേ? അറ്റ്ലീസ്റ്റ് കൊടുത്ത ആളെങ്കിലും അറിയില്ലോ. അപ്പം അതുകൊണ്ട് എത്രയോ നമ്മൾ ഒരാൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി മൂത്തൊഴിച്ചാലും പുറത്തു വരുമ്പോൾ അറിയുന്ന കാലാന്ന് പറഞ്ഞിട്ട് പറയും. അത്രയാണ് ന്യൂസ് പുറത്തു പോകുന്നത്. അപ്പം അങ്ങനത്തെ കാലത്ത് സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സുഖലൂല് വരും, അതൊരു ബിസിനസ്സായി മാറ്റി, സേവനമൊക്കെ നിർത്തി, പറഞ്ഞു വാങ്ങി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഒക്കെ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസികൾ, ബിസിനസ്സാണ്, അല്ലാതെ രാഷ്ട്രീയ സേവനമല്ല. കാരണം ഭരണമല്ലേ, 10 വർഷമായിട്ടോ അതിൽ ഭരണമല്ലേ. കേരളത്തെ സംബന്ധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് എന്ത് തെറ്റ് നിങ്ങൾ ചെയ്തു വന്നിട്ട് BJPയുടെ ഓഫീസിൽ കയറി ചെന്നാൽ പ്രശ്നം തീർന്നു. എന്ത് തെറ്റും, കൊലപാതകം കിലോ തീരും. അതിൽ കേരളത്തിലാണെങ്കിൽ CPM ഓഫീസിലേക്ക് ചെന്നാൽ മതി, അപ്പം പ്രശ്നം തീർന്നു. അത് നീതിയൊന്നുമില്ല, ആ പറയുന്ന വീസ കൊടുത്താൽ ഓക്കെ. അങ്ങനെ ആയിപ്പോയി സഹകരണം. അതുകൊണ്ട് അടുത്ത ഭാവിയിൽ കേരളത്തിൽ ഇരുമുന്നണി സമ്പ്രദായത്തിലേക്ക് അവസാനിക്കാൻ പോകും. കാരണം കൈവിട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞില്ലേ, ബാലൻ സഖാവിനൊക്കെ പ്രസ്താവന, മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ പ്രസ്താവന മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്ര മോശമായിട്ട് ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ, ഇപ്പോഴത്തെ ന്യൂനപക്ഷങ്ങൾ എത്ര മോശമായിട്ടാണ് ഇത്. ഇന്ന് UP-യിൽ ഒരു BJP നേതാവും അച്ഛനും മകനും കൂടി ആയുധം വിതരണം ചെയ്ത് ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങളുടെ വംശനാഥനൊക്കെ മതി. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എത്തിക്കാൻ ആ 2 പേരെ അറസ്റ്റ് ചെയ്ത് ലോക്കലിട്ടുണ്ട്. UP-യിലെ തുറന്നിടും. ഇവിടെ കൊച്ചു കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് പിണറായി സഖാവിൻ്റെ ഭരണത്തിൽ പരസ്യമായിട്ട് ആയുധ പ്രചരണം നടത്തിയ ആളെക്കുറിച്ചൊക്കെ പരാതി ഇപ്പോൾ പറഞ്ഞോ. പോലീസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ ദൃഷ്ടിയില്ല, അവർ ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്ന്. എന്തിനോ പോലീസ് ഞങ്ങൾക്ക് ഔട്ട് ഓഫ് കേരള നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലേ? ഔട്ട് ഓഫ് ഇന്ത്യ ആണ് ഇന്റർപോളൊക്കെ ഇല്ലേ? അപ്പോൾ അത്ര കണ്ട് സംഘ് പരിവാറിൻ്റെ നിയന്ത്രണത്തിലായിക്കഴിഞ്ഞ് കേരള പോലീസ്. ഇത് മൊയ്തീൻ ഷാ പറയുന്നല്ല, ഇവിടുത്തെ ആനി രാജ പോലുള്ള CPI-ക്കാർ CPM-ലെ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മുടെ പിണറായി സഖാവ് കാണാതെ പോയി, അല്ലെങ്കിൽ സഖാക്കൾ കാണാതെ പോയി. കാരണം അവർക്ക് നിൽക്കകൾ ഇനിയൊരു മാർഗമില്ല. ഏതാണ്ട് 40-50-55% ന്യൂനപക്ഷങ്ങൾ കേരളത്തിലുണ്ട്. ബാക്കി 45% മുസ്ലിങ്ങൾ. ഈ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു, പണ്ട് ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ 50 മുകളിലാണ്. ഇപ്പം അതില്ല, കേരളത്തിൽ ഇല്ല, വ്യത്യാസമുണ്ട്. അത് പല കാരണമുണ്ട്. ഈ 55% ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് 95% അല്ലെങ്കിൽ 90% UDF വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുക. അതാണ് VD സതീശൻ എന്നാൽ അരമനക്കാർ സന്ദർശിച്ചെക്കുറിച്ച് ഇതൊരു സംഖ്യ പറഞ്ഞല്ലോ. VD സതീശൻ അരമനയിൽ പോയി മണിക്കൂറിൽ കാത്തിരുന്നു, ഭക്ഷണം കഴിച്ചു, ആട്ടിറച്ചി കഴിച്ചു, ഊണ് കഴിച്ചു പോകുന്നതെന്ന് പറഞ്ഞു. അവർ NSC ഓഫീസിൽ പോകുന്നുണ്ടോ, SNDP ഓഫീസിൽ പോകുന്നുണ്ടോ, ദീപര ഓഫീസിൽ പോകുന്നുണ്ടോ, പുന്നല ശ്രീകുമാരനെ കാണുന്നുണ്ടോ, മാതായുടെ അടുത്ത് അമൃതായി പോകുന്നുണ്ടോ? ഒരിടത്ത് പോകുന്നില്ലോ. എന്തൊക്കെ പറഞ്ഞൊരു ആക്ഷേപമായാലും അല്ലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി ഈ സഖാക്കളെ സപ്പോർട്ട് ചെയ്യണം, BJP സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ കോൺഗ്രസ് മുന്നണി തന്നെ നിൽക്കണം. അതിനെ അവർ മിസ്യൂസ് ചെയ്തിട്ട്, അതാണ് കോർപ്പറേഷനിലൊക്കെ ലത്തീൻ കത്തോലിക്ക് വേണം, അവിടുത്തെ MP-യിലെ ലത്തീൻ കത്തോലിക്കാണ്, MP ലത്തീൻ കത്തോലിക്കാണ്, മേയർ കത്തോലിക്കാണ്, ഇനിയിപ്പോൾ എല്ലാം ലത്തീൻ കത്തോലിക്കാണ്. കത്തോലിക്ക് മാത്രം ലത്തീൻ കത്തോലിക്ക്, പിന്നോ കത്തോലിക്ക്. അപ്പോൾ അവരത് വെളുക്കത്തിച്ച് പാണ്ടാക്കി കളയുന്നു. അവർക്ക് ചില സൗകര്യം കൊടുക്കുമ്പോഴും അവരത് മിസ്യൂസ് ചെയ്തു. ഞാൻ പല ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ ഭരണകാലത്ത് ക്രിസ്തീയ സഭ ഇവിടെ എന്തൊക്കെ നേടിയെന്നും, അതിനുമുമ്പ് കോൺഗ്രസ് ഭരണകാലത്ത് എന്തൊക്കെ നേടിയെന്നും, പണ്ട് അതിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരോട് എന്തെല്ലാം നേടിയെന്നും, അതിനുമുമ്പ് രാജഭരണകാലത്ത് നേടിയതും ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ BJP വന്നപ്പോൾ എന്ത് നേടിയത്? അതൊക്കെ അവരൊരു നേച്ചറാണ്, നേടിയെടുക്കുന്നത്, അവരതിലും മിടുക്കലാണ്. അതൊക്കെ വിട്ടുകളെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് ആവശ്യമുണ്ട്. ഉപ്പ് എന്ന് പറയുന്ന തനി വർഗീയ ഫാസിസ്റ്റ് സ്വഭാവം ഉൾക്കൊള്ളുന്ന BJP സംഘപരിവാർ ഉൾക്കൊള്ളുന്ന BJP ഇവിടെ വളർന്നു വരുമ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൃദുഹിന്ദുത്വം എന്തിന്? മൃദുഹിന്ദുത്വം കൊണ്ട് കളിച്ചില്ല കുറച്ച് കോൺഗ്രസ് കൊണ്ട്. കോൺഗ്രസ് കളിച്ചല്ലോ, ആയിട്ട് രക്ഷപ്പെട്ടോ. അവിടെ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ, ഒരു ഫിലോസഫി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആ ഫിലോസഫി?
ഉപ്പുള്ളപ്പോൾ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് മതിയോ? അത് ഗ്രേഡ് കുറവല്ലേ, അല്ലെങ്കിൽ ശക്തി കുറവല്ലേ? ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഉപ്പ് നിൽക്കുമ്പോൾ പിന്നെ കോൺഗ്രസിന്റെ മൃദു സമീപനം ഹിന്ദുത്വം കൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം കൊണ്ട് കാര്യമുണ്ടോ? മൃദു ഹിന്ദുത്വം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തില് നാശോന്മുഖമാകുമ്പോഴാണ്. പരമാവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോവും, അല്ലാത്തവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അല്ല ബി ജെ പിയിലേക്ക് ചേർക്കറോ അല്ലെങ്കിൽ അവരെ കൈയെടുക്കുകയോ ചെയ്യും. പശ്ചിമബംഗാൾ കണ്ടുപോലെ ത്രിപുരയിൽ കണ്ടുപോലെ സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അധംബരം വരുന്നത് ഞാൻ എൻ്റെ ഗ്രൂപ്പ് ആഘോഷിക്കുന്നില്ല, ആഹ്ലാദിക്കുന്നില്ല. അത് അപകടത്തിൻ്റെ ലക്ഷണമാണ്, അപകടത്തിൻ്റെ സൂചനയാണ്. പക്ഷെ അത് കാണാൻ ദീർഘവീക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാതെ പോയി. ഇനി അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റപ്പെട്ടും കാര്യമില്ല. ഇതൊരു അതായത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് സൈക്കോളജി പറയും പോലെ ഇത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റം കൊണ്ട് അവർ നിയന്ത്രണത്തിൽ അപ്പുറത്തായി പോയി, അവർ നിയന്ത്രണത്തിൽ വിട്ടുപോയി. എന്താ കാരണം? ഈ 55% ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി ഓടി അധികാരത്തിൽ വരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുമ്പോൾ ബി ജെ പി കോൺഗ്രസ് ഇല്ലാതാവും, യു ഡി എഫ് ഇല്ലാതാവും. അത് പാടില്ല എന്ന് തീരുമാനിച്ച് ക്രിസ്ത്യാനി ഉൾപ്പെടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഉൾപ്പെടെ തീരുമാനം എടുത്തതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും അവിടെ ചെയ്യാനില്ല. കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധംപതനം അല്ലെങ്കിൽ നാശം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്, മസ്റ്റാണത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയല്ല, സാഹചര്യമാണ്. അത് ബേസ് അങ്ങനെയായിപ്പോയി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റമാണെന്നോ അവരുടെ കുറ്റമുണ്ടെന്നോ ഞങ്ങൾ ഗ്രൂപ്പ് ഒരിക്കലും പറയില്ല. പക്ഷെ അത് ഫലം കിട്ടുന്നത് നെഗറ്റീവായി പോകുന്നുള്ളൂ. അല്ല, നിങ്ങളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാശത്തെ കുറിച്ച് ആഹ്ലാദിക്കുകയോ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ആസ്വദിക്കുകയോ ചെയ്യരുത്. അത് അപകടമാണ്, ഞങ്ങൾക്കറിയുകയും ചെയ്യാം. പക്ഷെ ഇവിടെ മറ്റു മാർഗമില്ല. എന്താണ് ആ മാർഗം? ഞാൻ ഒരിക്കലും വിശദമായിട്ട് പറയാം, അല്ലെങ്കിൽ മനസ്സിലാവും. ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ സംഘ് പരിവാർ പറയുന്നത് ഇത്തവണ ഇപ്പോൾ 2 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ടില്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നിങ്ങനെ വന്നതെന്ന് ഞാൻ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞ് ആർബി സർവകലാശാലയുടെ വീഴ്ചയുടെയൊക്കെ പറഞ്ഞ് അതൊക്കെ പല പ്രാവശ്യം ഇനി പറയുന്നില്ല. ഇവിടെ സംഘ് പരിവാറിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇത്തവണ കൂടി അതായത് ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. ഇത്തവണ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റി അതിനുവേണ്ടി അവർ എന്ത് വിട്ടുവീഴ്ച ചെയ്യും, എന്ത് മാർഗം ഉപയോഗിക്കും. അങ്ങനെ വടക്കേരി ചെയ്തതുപോലെ ഇലക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കമൊക്കെ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ LDF വന്നേക്കാം, ഇല്ലാതെ പറയാൻ പറ്റില്ല. അതൊക്കെ ഇല്ലീഗലായിരിക്കും, നിയമപരമായിട്ടല്ല, ഇല്ലീഗലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ വരുന്നാലും ബി ജെ പി ആയിരിക്കും. അപ്പോൾ LDF 3ാമത് പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം നശിച്ചു പോകും. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ UDF കോൺഗ്രസ് പോകും, UDF പോകും. പിന്നെ ഇവിടെ ആകെ അവശേഷിക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ബി ജെ പിക്ക് മാത്രമാണ്. അപ്പോൾ അവർ ധരിക്കുന്നത് 2026, 2031, 2036 ആകുമ്പോഴേക്കും ഓൺലി ബി ജെ പി സ്റ്റേറ്റായി കേരളം മാറ്റണം എന്നാണ് അവരുടെ പ്ലാൻ. അതിനുവേണ്ടി ഇവർ വളരെ ആസൂത്രിതമായിട്ടും പ്രാക്ടിക്കലായിട്ടും തിയറിറ്റിക്കലായിട്ടും ചെയ്യുന്നുണ്ട്. വളരെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നറിയില്ല, ഞങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഈസി വാക്ക് ഓവർ ആകാതിരിക്കാൻ വേണ്ടി ഈ 55% വരുന്ന ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അവർ നിരീശ്വരവാദികളായ ചില മുസ്ലിം നാമധാരികൾ വെച്ച് ബാക്കി എല്ലാവരും UDF വോട്ട് ചെയ്യാനുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ട് UDF അഹങ്കരിക്കരുത്, UDF അശ്രദ്ധ കാണിക്കുകയും ചെയ്യരുത്. അശ്രദ്ധ കാണിച്ചാൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രമോദ് മഹാനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ BJPയുടെ വാജ്പേയിയുടെ 2ാം ഘട്ടം തോറ്റുപോയി. ഇവിടുത്തെ അച്യുതാനന്ദ കാലത്ത് എൻ്റെ 1 വർഷം മുമ്പായിട്ട് ഇലക്ഷൻ ഈ സദ്ദാം ഹുസൈൻ കാലത്ത് മന്ത്രിസഭ പിരിച്ചുവിട്ട് അസംബ്ലി പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി അത് ഭരണം പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ അഹങ്കരിക്കരുത്. ഞാൻ സാഹചര്യം പറയാണ്. ഇത് കേൾക്ക് കോൺഗ്രസ് പെട്ട് തുള്ളൽ കൂടുമല്ലോ, ഇത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അഹങ്കരിക്കരുത്. അതിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾ ചെയ്യുന്ന അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അപ്പോൾ ഈ 2 കാര്യം കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയാനും പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പാടില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുക? BJP ആയിട്ട് നീക്കുമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ BJP ആയിട്ട് സഹകരിച്ച് ഒരു അടുവ് നയമൊക്കെ ഉണ്ടാക്കുക. അതിന് BJP അനുകൂലമാണ്.
അങ്ങനെ വരുമ്പോൾ അടുന്നതൊക്കെ വരുമ്പോഴാണ് ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പക്ഷേ LDFനെ BJPയുടെ ഇപ്പോഴത്തെ കേന്ദ്രത്തിൽ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഇതൊക്കെ ചെയ്ത് ജയിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉണ്ടായാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോട് തീർന്നു. അതാണ് BJP ഉദ്ദേശിക്കുന്നത്. വെടുക്കാക്കി തനിക്കാക്കുന്ന പോലെ EMS ശൈലി പറയുമ്പോഴേ ഉണ്ട്. അങ്ങനെ വെടുക്കാക്കി തനിക്കാക്കാൻ വേണ്ടി അങ്ങനെ വെടുക്കാക്കി ഇത്തവണ കൂടി ഭരണത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, BJP മാത്രം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ 50% വരുന്ന ന്യൂനപക്ഷങ്ങൾ നല്ല ശതമാനം ഈ UDF നല്ല ജയിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് UDF അഹങ്കരിക്കരുത് മാത്രമല്ല, UDF കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, ലീഗ് ഉൾപ്പെടെ, കോൺഗ്രസ് പാടില്ല. നിങ്ങൾ ഒരു കാരണവശാലും 2 പ്രാവശ്യം കൂടി ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല, അങ്ങനെ തീരുമാനിക്കണം. അപൂർവം ചില കേസ് മെറിറ്റ് അടിസ്ഥാനത്തിൽ 3 കൊടുക്കാം. ഇതെല്ലാം മുസ്ലിം ലീഗിൽ ഒരു ചർച്ച പറയാണ്. മുസ്ലിം ലീഗ് ഒരാൾ MLA ഞങ്ങൾ മരിക്കുകളാണ്, അല്ലെങ്കിൽ തോൽക്കുന്നതിന് മാറ്റമുണ്ടായില്ല. നമ്മൾ ഈ അഹമ്മദ് ഹാജിയൊക്കെ രാജ്യസഭ മെമ്പറായിട്ടുള്ള മരിക്കുന്നവരെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കായിരുന്നു. അവസാനം വിമാനത്തിൽ കയറാൻ പറ്റാതെ എന്നിട്ടും മാറ്റുന്നില്ല. ഇപ്പം നമ്മുടെ GCയുടെ ചെയർമാനില്ലേ, അദ്ദേഹം വാദം നടക്കാൻ പോലും പറ്റില്ല. GCയുടെ കയറണമെങ്കിൽ റാമ്പ് വെച്ചൊക്കെയാണ് ലക്ഷങ്ങൾ കൊടുക്കി, അല്ല സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. കുറ്റം പറയേണ്ട ആ അവസ്ഥ നാളെ ഇരിക്കും വരെ, ഇപ്പം ഇരിക്കും വന്നു കൊടുക്കി നടക്കാൻ പാടില്ല. പക്ഷേ അസുഖം വരുന്ന കുറ്റമല്ലത്, എന്നാലും മാറില്ല, കാലാവധി വന്ന് ഇരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ അവർ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നെ അനുഭാവികളുടെ ഒരു സ്നേഹമാണ്. അത് കുറ്റം പറയുന്നില്ല. അതുപോലെയാണ് കോൺഗ്രസ്സിൽ 80-90 വയസ്സൊക്കെ എടുക്കണം. പിന്നെ കടന്നപ്പള്ളി ആ ഇതിൻ്റെയൊക്കെ കടന്നപ്പള്ളിയല്ല, പിന്നെ മറ്റു മുല്ലപ്പള്ളി, പുള്ളിക്ക് ചട്ടയിട്ട് വന്നേക്കാണ്, സുധീരൻ ചട്ടയിട്ട് വന്നേക്കാണ്. പിന്നെ ആരാണ് നമ്മുടെ ആന്റണിക്ക് ചെറിയൊരു നോട്ടമുണ്ട് മുഖ്യമന്ത്രി കൂടെ ആയാലോ എന്നുള്ളത്. അത് വന്നോളൂ. കാരണം UDF ഒരു ചെറിയൊരു അനുകൂലമുണ്ട് എന്ന് വന്നപ്പോഴല്ലോ പഴയ കോൺഗ്രസ്സുകാരിൽ ചട്ടയിട്ട് തുടങ്ങി. പിന്നെ സഭയിൽ കുറേ ആൾക്കാർ അകത്ത് വരാൻ നോക്കി, മറ്റ് പുറത്ത് നിൽക്കുന്ന പോലെ കേരള കോൺഗ്രസ് നോക്കി. അപ്പോൾ അധികാരം വന്നാൽ ക്രിസ്ത്യൻ സഭയൊക്കെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാം UDFിലേക്ക് വരും. ഭരണം പോയപ്പോഴെല്ലാം UDF വിട്ടുപോയതാണ്. അന്ന് കൂടുന്ന വിഭാഗമുണ്ട് കേരളത്തിൽ, മുസ്ലിങ്ങൾ കോൺഗ്രസിലൂടെ UDFിലൂടെ. അവർക്ക് ഇപ്പോഴും സ്ഥാനം കുറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, വയനാട്ടിൽ നിങ്ങളൊരു എക്സസൈസ് നടത്തിയില്ല, മിനിയാന്ന് ക്യാമ്പ് ഉണ്ട്. എടോ, അതിൽ ഒരു മുസ്ലിം നാമധാരി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയോ? അവർ വോട്ട് കിട്ടിയില്ലേ നിങ്ങൾ ഇപ്പം പിടിച്ചു നിൽക്കാൻ പോകുന്നത്. ഇതിൽ പല സ്ഥലത്തും പല സ്ഥാനാർത്ഥികൾ വഹിക്കുന്നവരുണ്ട്, ആര്യനും കൂര്യനൊക്കെ. പക്ഷെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പേര് ഇതിന് പറഞ്ഞില്ല. അതിൽ 20 സീറ്റിൽ ഒരാൾ തിരികെ കയറ്റില്ല, തിരികെ അവസാനം 5-6 സീറ്റ് കൊടുത്ത് നിർത്താൻ ആ പണി നടക്കില്ല. എന്നിട്ട് നിങ്ങൾ ഉള്ള മുഴുവൻ നക്കാപ്പിച്ച മുഴുവൻ ലീഗിന് കൊടുക്കും. അതും തെറ്റാണ്. ഇതൊന്നും കാര്യം നടക്കില്ല. കനകല് പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി കോൺഗ്രസ് ചിന്തിച്ചില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു അധികാരം കൂടി ഇത്തവണ UDFിന് കിട്ടിയില്ലെങ്കിൽ അറിയാമല്ലോ കോൺഗ്രസ് ലീഗിൻ്റെയൊക്കെ അവസ്ഥ. പിന്നെ നശിച്ചു പോയല്ല, വിധി ആവിയായി പോവും. മനസ്സിലായില്ലേ? ബാനിഷ് ചെയ്ത് അതൊക്കെ പോലെ ഇതിൻ്റെ രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ ബാനിഷ് ആയിപ്പോയി എന്നൊക്കെ വാർത്ത വന്നതല്ലേ, പോകുമ്പോൾ ആവിയായി പോവും. അതുകൊണ്ട് കളി മാറ്റിവെച്ച് ജനസംഖ്യക്ക് ആനുപാതികമായി എല്ലാ വിഭാഗങ്ങളും കയ്യിലെടുക്കണം. തുല്യമായിട്ട് അവർക്ക് അവകാശം കൊടുക്കണം. കഴിയുന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കഴിയുന്ന മാറ്റി നിർത്തണം. ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 60-40 കിടക്കുന്ന MLA ആകാവുന്നേ. 40 വയസ്സിന് അതിൽ പക്വതയാവുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രപതി മത്സരിക്കുന്ന 40 വയസ്സ് എന്താ അപ്പോഴും പക്വതയാവുന്ന മനുഷ്യൻ. അപ്പോൾ 40-60 എടുക്കുള്ള ടൈമാണ് കൊടുക്കേണ്ടത്. അപ്പോഴത്തെ എല്ലാവർക്കും അവസരം കിട്ടും. 4 ടൈം മാക്സിമം വരുള്ളൂ. മനസ്സിലാക്കേണ്ട കോൺഗ്രസ് നേതാക്കളെ, 40-60 എടുക്കുന്ന 4 ടൈം ആകെ കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും 3 ടൈമുകൾ പോവില്ല. അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടും. ഇതിപ്പോൾ എന്താ പറയുക, ഒരു കാര്യം, ഉമ്മൻചാണ്ടി ആ അറബിക് സർവകലാശാലയ്ക്കൊക്കെ 10 വയസ്സ് കൊടുക്കാതെ ഉമ്മൻചാണ്ടി, അത് ഞാൻ പറഞ്ഞില്ല. ഉമ്മൻചാണ്ടി മകൻ MLA ആയി, ഇപ്പം മകൾക്ക് കൊടുക്കാണ്. എന്താണിത്? ഉമ്മൻചാണ്ടി മക്കൾക്ക് മാത്രം MLA ആയാൽ മതിയോ? അത് ഇന്ത്യത്തെ അവിടെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഹിന്ദു ആണ് നായരായതുകൊണ്ടൊന്നും അല്ല വിഷയം. എല്ലാവർക്കും തുല്യ പരിഗണന കിട്ടും. എല്ലാവർക്കും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് കൊടുക്കാതെ നിങ്ങൾ ഉള്ള സീറ്റിൽ പറക്കി ഇപ്പം തൃപ്പൂണിത്തുറ ഒരു സീറ്റ് 1-2 പേര് വരുന്നുണ്ട്.
അങ്ങനെ ഈ ഗുരുവായൂർ ഗുരുവായൂർ നോക്കാണ്. ആകെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ നിന്നാൽ ജയിക്കാൻ ഒരു സീറ്റാണ് ഗുരുവായൂർ. ഗുരുവായൂർ അമ്പലങ്ങൾ കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുസ്ലിം ഏരിയ, 17% മുസ്ലിം ഏരിയയാണ് ഗുരുവായൂർ. പറയുമ്പോൾ അമ്പലിക്കാൻ മേഖല മാത്രമാണ് ഹിന്ദു, ഇത് ബാക്കിയെല്ലാം 7% മുസ്ലിങ്ങൾ തന്നെയാണ്. അവിടെ ജയിച്ച സീറ്റാണ് മുസ്ലിങ്ങൾ. ആ സീറ്റ് മുള്ളിക്കോടെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ മുള്ളിൽ ഞായർ നിൽക്കുന്നത് മുള്ളി ജയിക്കില്ല. പിന്നെ എല്ലാം കൂടി മുസ്ലിങ്ങൾ വോട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ആന്റണി മുസ്തി പോലെ അങ്ങനെയുള്ള കളിപ്പൊക്കെ മാറ്റി നിഷ്പക്ഷമായിട്ട് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സമുദായങ്ങൾക്കും റേഷ്യോ അതിൻ്റെ വിഹിതം അനുസരിച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഭരണത്തിൽ കയറി മാതൃകാ ഭരണം കാണിക്കുക, അഴിമതി ചെയ്യാതെ തട്ടിപ്പടുത്താതെ. UDFിൻ്റെ കാര്യം പറയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലല്ല 21 മന്ത്രിമാരിട്ടാണ്. 21 മന്ത്രിമാരിൽ ഒരു മന്ത്രി വെച്ചാൽ 20 മന്ത്രിമാരും പെണ്ണേശിപ്പെട്ട് പറയാമല്ലോ. നിങ്ങളൊക്കെ അതിലാരോ ഒരു മന്ത്രി അത് ആ പെണ്ണേ ആ ആദിവാസി പെണ്ണാണ്. അവർ പിന്നെ സ്ത്രീകളെടുത്ത് അവർ പോവോ? ബാക്കി എല്ലാ പുരുഷ മന്ത്രിമാരും ആ പെണ്ണേശിപ്പെട്ടുപോയി. പിന്നെ അവരൊക്കെ തല്ലണ്ടേ? 10 വർഷം പുറത്ത് നിർത്തി വെള്ളം കുടിപ്പിച്ച് ജനങ്ങളാണോ? ജനങ്ങൾ നിസ്സാരക്കാരനാക്കരുത്. അവരും എല്ലാം അറിയുന്നവരാണ്, അവർക്ക് എല്ലാം അറിയുന്നവരാ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയത് ഇവിടുത്തെ BJP കമ്മ്യൂണിസ്റ്റോ ലീഗൊന്നും അല്ല. ഇന്ത്യയിൽ അധ്വാനിക്കാൻ അറിയാവുന്ന, വിശപ്പിന് ബലറിയാവുന്ന, മനുഷ്യത്വമുള്ള സാധാരണ ജനങ്ങളാണ്, പട്ടിണി പാവങ്ങളാണ് ഇന്ത്യക്കെതിരെ വോട്ട് ചെയ്ത് ഇന്ത്യയെ താഴെ ഇറക്കിയത്. അപ്പോൾ കേരളത്തിലാരും പറയണോ? അവർ കുറച്ചുകൂടി തിരിച്ചറിവുള്ളവരല്ലേ? അവരെല്ലാം വേണ്ടുപോലൊക്കെ കൈകാര്യം ചെയ്യും. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ എല്ലാം കൊടുത്ത് കിട്ടുന്നുണ്ട്. അവർ കളി എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2345 ആ ദിവസത്തിൻ്റെ ഇത് കണക്കാക്കി EMS സമസ്യ പോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. ഒരായി നന്ദി. ജയ് ഹിന്ദ്.